ചില വിഷമങ്ങൾ അനാവശ്യമാണ്. നമ്മുടെ വിവരക്കേട് കൊണ്ടുണ്ടാകുന്ന ചില വിഷമങ്ങളെക്കുറിച്ച് ഒരു കഥയിലൂടെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 10 സുഹൃത്തുക്കൾ ഒരു യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ അവർക്ക് നദിക്ക് കുറുകെ ഒരു വലിയ പാലം കടക്കേണ്ടി വന്നു. പാലം കടന്ന് അപ്പുറത്തെത്തിയ ആദ്യത്തെ ആൾ എണ്ണി നോക്കിയപ്പോൾ ഒരാൾ കുറവുണ്ട്. അയാൾക്ക് തെറ്റിയതാവാം എന്ന് കരുതി അടുത്ത ആൾ എണ്ണി. അപ്പോഴും ഒരാൾ കുറവാണ്. ഓരോരുത്തരും മാറി മാറി എണ്ണിയപ്പോൾ ഒരാൾ കുറവാണ്. പെട്ടെന്ന് അതിലൊരാൾ കരയാൻ തുടങ്ങി. നമ്മളിൽ ഒരാൾ നദിയിൽ വീണുപോയി. ആ കരച്ചിൽ കൂട്ടക്കരച്ചിലായി. ഒരാൾ നദിയിൽ വീണുപോയി. ആ വഴി വന്ന ഒരു ബുദ്ധഭിക്ഷു ഇവരുടെ കരച്ചിൽ കേട്ട് കാര്യമന്വേഷിച്ചു. 10 പേരായി യാത്ര തിരിച്ച ഞങ്ങളിൽ ഒരാൾ നദിയിൽ വീണെന്നും ഇപ്പോൾ 9 പേരാണുള്ളതെന്നും അവർ പറഞ്ഞു. ബുദ്ധഭിക്ഷു എണ്ണം നോക്കിയപ്പോൾ 10 പേരുണ്ട്. ബുദ്ധഭിക്ഷുവിന് കാര്യം മനസ്സിലായി. ആ കാര്യം അവരെ ബോധ്യപ്പെടുത്താൻ ബുദ്ധഭിക്ഷു ഒരു സൂത്രം കണ്ടെത്തി. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് എഴുതിയ കാർഡ് അവർക്ക് ഓരോരുത്തർക്കും നൽകുകയും ഓരോ നമ്പർ വിളിക്കുമ്പോൾ ആ നമ്പർ എഴുതിയ ആൾ മുന്നോട്ട് വന്ന് വരി വരിയായി നിന്നു. തങ്ങൾ ഇപ്പോഴും 10 പേരടങ്ങുന്ന ഒരു സംഘമാണെന്നും ഒരാൾ കുറവില്ലെന്നും അവർ മനസ്സിലാക്കി. അവരവരെ തന്നെ എണ്ണാൻ മറന്ന അവർ തങ്ങളുടെ വിഡ്ഢിത്തം മനസ്സിലാക്കി. അവർ ബുദ്ധഭിക്ഷുവിന് നന്ദിയും പറഞ്ഞ് യാത്ര തുടർന്നു. ഈ കഥയിൽ 10 പേരുടെ വിഷമത്തിന് കാരണമായത് ഒരു നഷ്ടവുമല്ല, അവരുടെ അറിവില്ലായ്മയാണ്. അനന്തമായ സാധ്യതകളുള്ള ഈ ലോകത്ത് ഏതെങ്കിലും ഒരു അവസരം നഷ്ടമായാൽ നാം ദുഃഖത്തിൽ ആഴ്ന്നിറങ്ങി മറ്റു സാധ്യതകൾ കണ്ടെത്താൻ കഴിയാതെ വരുന്നു. നമ്മൾ ഓരോരുത്തരും പരിമിതമായ കഴിവുകളോ സാധ്യതകളോ ഉള്ള വ്യക്തികളല്ല. അനന്തമായ സാധ്യതകളും കഴിവുകളും ഭാഗ്യങ്ങളും ഉള്ളവരാണ്. വെറുതെ ഈ കഥയിലെ 10 വിഡ്ഢികളെ പോലെ സ്വയം നഷ്ടമായി എന്ന് കരുതി കരയാതിരിക്കുക. നമുക്ക് നമ്മെ നഷ്ടപ്പെടാതിരിക്കട്ടെ. നഷ്ടപ്പെട്ടു എന്നത് വെറും ഒരു തോന്നൽ മാത്രമാണ്. നമുക്ക് തിരിച്ചു കിട്ടാവുന്ന തിരിച്ചറിവിൽ നാം ഉണ്ട്. നാം നമ്മെ തിരിച്ചു പിടിക്കുക. അതിനുള്ള ശക്തിയും തിരിച്ചറിവും നാം ഉണ്ടാക്കിയെടുക്കണം എന്ന് മാത്രം. നഷ്ടപ്പെടൽ ഒരു സത്യമാണ്. അത് അംഗീകരിക്കുക. അതിൽ നിന്ന് തിരിച്ചു കയറാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ കഴിവില്ലായ്മയാണ്.